CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗുരുവായൂരിൽ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് രണ്ടുപേരെ CPM-ൽ നിന്നും പുറത്താക്കി. കോട്ടപ്പടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ലിസി ബൈജു, UK സുധീർ എന്നിവരെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. വാർഡ് 38-ൽ LDF ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയാണ് ലിസി ബൈജു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാകേഷ് കണിയാമ്പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വലൂരിൽ നിന്നും ആരംഭിച്ച പ്രയാണം കണ്ടാണശ്ശേരി, ചൂണ്ടൽ, എളവള്ളി പഞ്ചായത്തുകളിലൂടെ പ്രയാണം നടത്തി കാക്കശ്ശേരിയിൽ സമാപിച്ചു. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ വ്യാജ ഫോമുകൾ നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ്. ഒരുമനയൂർ പഞ്ചായത്തിന്റെ ലേബലിൽ അച്ചടിച്ചിട്ടുള്ള ഫോമുകൾ വ്യാജമാണെന്ന് സെക്രട്ടറി അറിയിച്ചു. രാജ്യം ബാലറ്റിലേക്ക് മടങ്ങണമെന്ന് RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി ആവശ്യപ്പെട്ടു. വടക്കേകാട് ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ശ്രീലക്ഷ്മി ശ്രീകുമാറിന്റെ പര്യടന പരിപാടി അഞ്ഞൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോകൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലും സജീവമാകുന്നു. വിവിധ മുന്നണികൾ വാർഡിലെ പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് കൂടുതലായും നിർമ്മിത ബുദ്ധി വീഡിയോകൾ ഉപയോഗിക്കുന്നത്. കുന്നംകുളം നഗരസഭയിലും AI വീഡിയോകൾ തരംഗമാകുന്നു. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ സമാപിച്ചു. തന്റെ ആശ്രിതനായിരുന്ന ഭക്തന് ഗുരുവായൂരപ്പൻ ശ്രാദ്ധം നടത്തുന്നുവെന്നാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലിയും ഉണ്ടായിരുന്നു. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ 44ാമത് ആശുപത്രി ദിനം ആചരിച്ചു. എക്സ്ക്യൂബറൻസ് 2K25 എന്നു പേരിട്ട പരിപാടിയിൽ ആശുപത്രി സെക്രട്ടറി KP സാക്സൺ അധ്യക്ഷനായി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.